അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തകർന്ന ജീവിതങ്ങളെ കർത്താവ് പണിതുയർത്തും. കടബാധ്യത, മക്കളില്ല, ജീവിത പ്രയാസങ്ങളൊക്കെയുണ്ട്, അല്ല ജോലിയില്ല, പല ഭാരങ്ങളിലാണ് നാം ഓരോരുത്തരും. പക്ഷെ നമ്മുടെ വിഷമങ്ങളിലും ജീവിത ഭാരങ്ങളിലൊക്കെ കർത്താവ് ശക്തമായിട്ട് ഇടപെടാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഞായറാഴ്ച വരെ ഞങ്ങൾ കണ്ണൂർ രൂപത ബൈബിൾ കൺവെൻഷനായിരുന്നു. വലിയ അനുഗ്രഹമായിരുന്നു. 10,000 പങ്കെടുത്ത വലിയ കൺവെൻഷൻ. അതിന് തൊട്ടുപുറകിൽ കൊല്ലം ബൈബിൾ കൺവെൻഷനായിരുന്നു. കൊല്ലം പോർട്ട് ബൈബിൾ കൺവെൻഷൻ. ഞാനൊരു അനുഭവം പങ്കുവയ്ക്കുന്നു. കൊല്ലം കൺവെൻഷനിൽ ഒരു ദിവസം വൈകിട്ട്, കൺവെൻഷൻ്റെ 3-ാമത്തെ ദിവസം, ആരാധനയിൽ കർത്താവ് ഒരു മെസ്സേജ് നൽകി. ബിസിനസ് ചെയ്ത് കടബാധ്യതയിൽ തകർന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കുടുംബത്തെ കടബാധ്യതയെ കർത്താവ് ഏറ്റെടുക്കുന്നു. ആ വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് കർത്താവ് വിടുതൽ കൊടുക്കുന്നു, അത്ഭുത വഴികൾ തുറക്കുന്നു. ആ മകന് ബിസിനസ് തകർന്ന്, അവരപ്പനായിട്ടുണ്ടെന്ന ബിസിനസ്സാണ്. അപ്പം മരിച്ചുപോയി കുഞ്ഞുമാനാണ് നടത്തിയത്. ബിസിനസ് പൊളിഞ്ഞ് തകർന്ന് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുക. അവന് വിൽക്കുവാൻ വണ്ടികളുണ്ട്, അത് വിറ്റുമാറിയാൽ കടബാധ്യത കുറേ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ഒരു വാഹനവും വിൽക്കാനൊക്കുന്നില്ല. ആളുകൾ വന്ന് നോക്കും, കച്ചവടം നടക്കുന്നില്ല. മാനസികമായിട്ട് തകർന്ന മനുഷ്യൻ ആ കൺവെൻഷനിൽ ആ മണൽപ്പുറത്തിൽ നിന്ന് വചനം കേൾക്കുക. ആരാധനയിൽ കർത്താവ് ഈ മെസ്സേജ് കൊടുത്തു. കർത്താവ് ആ മകനെ തൊടുകയാണ്. കൺവെൻഷൻ കഴിഞ്ഞപ്പോഴേ ആ മകനും എൻ്റെ ഭാര്യയും ആ കുഞ്ഞും എന്നെ എടുക്കാൻ വന്നോളൂ, എൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് നിന്നെ ഏറ്റെടുത്തു, നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ മകൻ്റെ ഈ ഇടുപ്പ് ഇവിടം കൂട്ടി, അവന് ആ കുട്ടിക്ക് നടക്കത്തില്ല, കാല് വലിച്ചു വെച്ചാണ് നടക്കുന്നത്. ഞാൻ ആ കാലിൽ അവിടെ തട്ടി, അപ്പോൾ തന്നെ ആ കാലുകളും കർത്താവ് സൗഖ്യം, അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി. അപ്പോൾ തന്നെ കർത്താവ് ഹീൽ ചെയ്തു. ആരാധനയിൽ കർത്താവ് ആ മകനെ കുടുംബത്തെ ഏറ്റെടുക്കുക. അത്ഭുതം നടക്കുകയാണ്. ബുധനാഴ്ച ഇവന് ഇക്കാര്യം പറഞ്ഞു. വ്യാഴാഴ്ച അവിടെ സ്റ്റേജിൽ ആ ജനത്തോട് ആ കുഞ്ഞിൻ്റെ സാക്ഷ്യവും ഇവൻ്റെ ഈ സാക്ഷ്യം പറഞ്ഞു. കാരണം വ്യാഴാഴ്ച രാവിലെ ആ കൺവെൻഷന് ബുധനാഴ്ച തുടങ്ങി, വ്യാഴം വെള്ളി ശനി, ബുധൻ വ്യാഴം വെള്ളി, വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ സന്ദേശം. ശനിയാഴ്ച രാവിലെ ഈ മകൻ്റെ വാഹനങ്ങൾ അത്ഭുതമായിട്ട് വിൽക്കുകയാണ്. ആരെ വന്ന് നോക്കി, കച്ചവടം നടന്നു. അത്യാവശ്യം അവനെ പിടിച്ചിരിക്കാം, സാമ്പത്തികകാര്യ ക്രമീകരണമായി. ഇനി അത്ഭുതം നടക്കണം. അന്ന് വൈകിട്ട്, ആ ശനിയാഴ്ച വൈകിട്ട് അവന് കൺവെൻഷൻ ജനത്തോട് 10,000 മുമ്പിൽ ആ സാക്ഷ്യം പങ്കുവെച്ചു. സാക്ഷ്യം പങ്കുവെച്ച് അവൻ പുറത്തേക്കിറങ്ങി. അവൻ മൊബൈലിൽ നോക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോയി. അവൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നിരിക്കുകയാണ്. 4 മാസം മുമ്പ് ഇറ്റലിക്ക് പോകാനായിട്ട് അവന് 1,00,000 രൂപ അഡ്വാൻസും കൊടുത്ത് പാസ്പോർട്ട് പേപ്പറെല്ലാം കൊടുത്ത. ഒരാഴ്ച മുമ്പ് അവർ ചെന്നവരോട് പറഞ്ഞു, എൻ്റെ പേപ്പർ ശരിയാകുന്നില്ല, പൈസ തിരിച്ചു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഏജൻസിയോട് പറഞ്ഞിട്ട് പോകുന്നതാണ്. ആ സാക്ഷ്യം പറഞ്ഞിട്ട് പുറത്തിറങ്ങി മൊബൈൽ നോക്കുമ്പോൾ മൊബൈലിൽ മെസ്സേജ് വന്നിരിക്കുന്നു, അവൻ്റെ വിസ റെഡി, അവൻ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ. ഒരു അത്ഭുത സാക്ഷ്യമായിരുന്നു. ഈ ദിവസങ്ങളിൽ ഇതുപോലെ വലിയ പ്രവൃത്തികൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഉറപ്പാണ്, ഞാൻ ഉറപ്പ് തരാം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ആരാധന നടത്തുമ്പോൾ എല്ലാം നിങ്ങളുടെ കണ്ണുനീരും ആവശ്യങ്ങളും വേദനകളൊക്കെ യേശുവിനെ കൊടുത്ത് പ്രാർത്ഥിച്ചുള്ള വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ വലിയ ഒരു ലക്ഷ്യം തന്നെ നമ്മുടെയൊക്കെ കണ്ണുനീര് തുടയ്ക്കാനും നമ്മെ ആശ്വസിപ്പിക്കാനും നമ്മളെ ശക്തിപ്പെടുത്താനൊക്കെയാണ്.
ഒരു നാൾ നിന്നെ ഞാൻ അവഗണിക്കുകയില്ല, നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. കർത്താവിൻ്റെ വാഗ്ദത്തം, ഒരിക്കലും നിന്നെ ഞാൻ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല. യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നതിൻ്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട്. യേശു ദൈവമാണ്. ദൈവം എന്തിനാണ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നത്? നമ്മളതേക്കുറിച്ച് അല്പസമയം കേൾക്കാൻ പോവുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം, എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അത് മറിയത്തിൽ നിന്നാണ് ആ ശിശു ജനിച്ചത്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പരിശുദ്ധ കന്യകാമറിയം യേശുവിൻ്റെ അമ്മയാണ്. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു മറിയത്തിൽ നിന്ന്. നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. പുത്രനെ നമുക്ക് നൽകിയത് പിതാവായ ദൈവമാണ്. പുത്രനായ യേശുവിനെ നമുക്ക് നൽകി. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ഉണ്ടോ, ഏകജാതൻ തൻ്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകി. പരിശുദ്ധ മറിയം ഒരു ശിശുവിന് ജന്മം കൊടുത്തിരിക്കുന്നു. ഈ 2 വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ മനുഷ്യത്വവും യേശുവിൻ്റെ ദൈവത്വവും. മറിയത്തിൽ നിന്ന് മനുഷ്യനായിട്ട് ജനിച്ചു, ദൈവപിതാവ് അയച്ചു. യേശുവിൻ്റെ ദൈവത്വം മനുഷ്യത്വം ഒരുപോലെ നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. ആധിപത്യം അവൻ്റെ ചുമലിൽ ആയിരിക്കും. എല്ലാറ്റിനുമേൽ അധികാരി അവൻ ആയിരിക്കും. വിസ്മരണീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായത്. ആധിപത്യം, എല്ലാ അധികാരങ്ങളും യേശുവിനായിരിക്കും. മത്തായി 28:18, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാറ്റിൻ്റെ മേൽ അധികാരം, ദൃശ്യമായയുടെ മേൽ അദൃശ്യമായയുടെ മേൽ, എല്ലാ ജീവജാലങ്ങളുടെ മേൽ, മനുഷ്യവർഗത്തിൻ്റെ മേൽ, എല്ലാറ്റിൻ്റെ മേൽ അധികാരം യേശു ക്രിസ്തുവിന് മാത്രമാണ്. യേശുവാണ് എല്ലാറ്റിൻ്റെയും അധികാരി. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 16, 17, 18 വചനങ്ങൾ. എല്ലാറ്റിൻ്റെ മേൽ അവിടുത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. ഹല്ലേലൂയ. ജ്ഞാനം 12:16. എല്ലാറ്റിൻ്റെയും മേൽ അവിടുത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. എല്ലാറ്റിൻ്റെ മേൽ പരമാധികാരം ദൈവത്തിനാണ്. ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. അധികാരം മുഴുവൻ പുത്രനായ യേശുവിന് കൊടുത്തു. അപ്പോൾ അധികാരം മുഴുവൻ യേശുവിനാണ്. എല്ലാറ്റിൻ്റെയും പരമാധികാരി കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങയുടെ അധികാരത്തിൻ്റെ പൂർണ്ണതയെ സംശയിക്കുന്നവർക്ക് അങ്ങ് അങ്ങയുടെ ശക്തി അനുഭവപ്പെടുത്തി കൊടുക്കുന്നു. അറിഞ്ഞിട്ടും ഗർവ് ഭാവിക്കുന്നവരെ ശാസിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ അങ്ങ് മൃദുലമായ ശിക്ഷ നൽകുന്നു. വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു. യഥേഷ്ടം പ്രവർത്തിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ടല്ലോ. യഥേഷ്ടം പോലെ, ഇഷ്ടം പോലെ എല്ലാറ്റിനോടും പ്രവർത്തിക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. കാരണം യേശു അവൻ ദൈവമാണ്, അവൻ സർവശക്തനാണ്, അവൻ രാജാതിരാജനാണ്,
രാജാക്കന്മാരുടെ രാജാവാണ്, എല്ലാറ്റിൻ്റെയും ഉടയവനാണ്. അവനിലൂടെ സമസ്തവും ഉണ്ടായി, അവനെ കൂടാതെ ഒന്നുമുണ്ടായിട്ടില്ല. എല്ലാറ്റിൻ്റെയും അധിപനും അധികാരിയും എല്ലാം യേശു മാത്രമാണ്. എല്ലാം യേശുവിലൂടെ മാത്രം. പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 16 മുതലുള്ള വചനം പറയുന്നു, അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. യേശുക്രിസ്തുവിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാവട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് യേശുവിലൂടെയാണ്, യേശുവിന് വേണ്ടിയാണ്. എല്ലാറ്റിൻ്റെയും അധികാരി കർത്താവായ യേശുക്രിസ്തുവാണ്. ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും ഉടയവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. അടുത്ത വചനം, അവനാണ് എല്ലാറ്റിൻ്റെയും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്തുതി ചെയ്യുന്നു. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, ആദിയിൽ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു. അവനിൽ സമസ്തവും സ്തുതി ചെയ്യുന്നു. എല്ലാറ്റിൻ്റെയും കേന്ദ്രബിന്ദു കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെ എല്ലാം ഉളവായി, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയും അവന് മാത്രമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വലതുകരം വെട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവായ യേശുവേ, ദൈവവചനം സ്വീകരിക്കുവാൻ എന്റെ ഹൃദയത്തെ എന്റെ മനസ്സിനെ തുറക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വചനമയച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഇവിടെ വർഷിക്കണമേ. ഹല്ലേലൂയ. ദൈവവചന ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികൾ, ദുഷ്ടാരൂപികൾ, അന്തരീക്ഷ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ വിട്ടുമാറട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകല ദുഷ്ട പൈശാചിക ശക്തികളും ഞങ്ങളെയും ഈ ദേശത്തെയും ഈ പ്രദേശത്തെയും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. യേശു ദൈവമാണ്, യേശുവാണ് എല്ലാറ്റിൻ്റെയും അധികാരി, അവൻ സർവശക്തനാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ആദ്യത്തേത്, ഒന്ന്, അവൻ മാനവരാശിയുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് വന്നത്. എഫേസോസ് 1:7. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് യേശുക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും നമുക്ക് കൈവന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൽ പാപമോചനം, അവൻ്റെ രക്തം വഴി രക്ഷ നമുക്ക് കൈവന്നിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ മാത്രമേ പാപമോചനമുള്ളൂ, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. കാരണം മാനവരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം ചെയ്തത് കർത്താവായ യേശുവാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് യേശുക്രിസ്തു പരിഹാര ബലിയായി തീർന്നു. അവൻ പാപപരിഹാരം ചെയ്തു. എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപത്തിന് യേശു പരിഹാരം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് യേശുക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും നമുക്ക് കൈവന്നിരിക്കുന്നു. ഇവിടെ യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. കൊളോസോസ് 1:14, അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്.
അവരിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിലാണ് നമുക്ക് രക്ഷ, പാപമോചനം ലഭിക്കുന്നത്. യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. യോഹന്നാൻ 14:6 ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. പിതാവിലേക്കുള്ള വഴി യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിനെ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് സാധിക്കൂ. കാരണം മാനവരാശിയുടെ രക്ഷകനായിട്ട യേശു ഈ ഭൂമിയിൽ പിറന്നത്. യേശു ഒരു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. യേശു ഒരു മതസ്ഥാപകനെ അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. യേശു മാനവരാശിയുടെ സമ്പൂർണ്ണ രക്ഷകനാണ്. മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.